സുധി എന്ന സെന്റിമെന്റ്സ് രേണുവിൽ നിന്ന് പോയി. ഓക്കെ, ഡബിൾ മീനിങ് സംസാരം. രേണു കല്യാണം കഴിക്കുന്നത് നല്ല തുറന്നെടുത്ത് സായി കൃഷ്ണ. സോ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധി ചേച്ചിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. കാരണം എന്ന് പറയുമ്പം ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തുവാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേച്ചി കൊടുക്കുന്ന മെസ്സേജ് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ സോഷ്യൽ മീഡിയയിലുള്ള മീഡിയാസ്, അതായത് ലോക്കൽ മീഡിയാസ്, മെയിൻ സ്ട്രീമുകാർ കുറേ പേര് ഇവരെ എടുത്തങ്ങ് തലയിൽ വെച്ചുകൊണ്ട് നടക്കും. അതിൻ്റെ ഇതാന്ന് തോന്നുന്നു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ പേർക്കെതിരായിട്ട് റിയാക്ഷൻ വീഡിയോസ് സംഭവങ്ങളും ഒക്കെ ആയിട്ട് കടന്നങ്ങ് വെറുവുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോം മൊത്തം രേണു ചേച്ചി അങ്ങ് കൈയടക്കി വെച്ചേക്കുക. ഇതെല്ലാം ഉണ്ടായി എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഒരു ആൽബത്തിൻ്റെ പേരിലാണ്. കാരണം നിങ്ങളെല്ലാവരും കണ്ടു കാണും ആ ആൽബം. ആ ആൽബത്തിൽ ചേച്ചി അഭിനയിച്ചിട്ടുള്ള സീനുകളും രംഗങ്ങളും ഒന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നൊരു രീതിയിലല്ല അഭിനയിച്ചേക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ കുറേ പേര് അതിനെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടെങ്കിൽ പോലും രേണു ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് അന്നേരം കുറേ പേര് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രേണു ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഒരു 3-4 ആൾക്കാർ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടായിരുന്നു. അവർ പോലും ആ ഒരു സീൻ കണ്ടിട്ട് രേണു ചേച്ചിക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത്രയ്ക്കുള്ള രംഗങ്ങളാണ് രേണു ചേച്ചി ആ ആൽബത്തിന് വേണ്ടി അഭിനയിച്ചേക്കുന്നത്. എങ്കിൽ പോലും രേണു ചേച്ചിയെ പോലെ ഡബിൾ മീനിങ് ഇട്ട് സംസാരിക്കാനും 2 സ്റ്റാൻഡിൽ ഉറച്ച് മാറിയും തിരിഞ്ഞു, അതായത് 2 വെള്ളത്തിൽ കാലി അവിടുന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ നിൽക്കാനും രേണു ചേച്ചി മാത്രമല്ല, രേണു ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന പലവർക്കും അതിന് കഴിയും. ആ ഒരു സംഭവം നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കാണുമല്ലോ. കാരണം രേണു ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നവർ രേണു ചേച്ചിയുടെ ആ ഒരു സീൻസിനെ എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റ് വഴി. ഒരാളൊന്നും അല്ല, ഒരു 3-4 പേര് രേണു ചേച്ചിയെ സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. എന്തൊക്കെ രംഗങ്ങൾ വന്നാലും അതിനെ റിയാക്ട് ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സ് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുമ്പം അതിനെ തർക്കിച്ച് രേണു ചേച്ചിയെ വെള്ളപൂശി കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചേക്കുന്ന ഒരു 1-2 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും രേണു ചേച്ചിക്കെതിരെ തിരിഞ്ഞു നിന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നോക്കിക്കോണേ, ആ ആൽബം ഷൂട്ടിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, അതിനുള്ളിൽ വെച്ച് എന്തായാലും ആൽബം റിലീസാവും. ആ ഒരു സംഭവം നിൽക്കുന്നതാണ് പിന്നെയും വീഡിയോ ഇട്ടേക്കുന്നത്. രേണു ചേച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ 2 പേരും വന്നിട്ട് കോംബോ ആയിട്ടിരുന്നിട്ട് ക്യാമറ ഓണാക്കി വെച്ച് ആൾക്കാരുടെ മുമ്പിലോട്ട് വന്നേക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ എന്തുകൊണ്ട് ഒരു സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കുന്നില്ല. ഈ രേണു ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ സ്വഭാവം ഇത് തന്നെ. ഒരു സ്റ്റാൻഡിൽ സ്ഥിരമായിട്ട് ഉറച്ച് നിൽക്കത്തില്ല, മാറി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി. രേണു ചേച്ചി ആയാലും അങ്ങനെ തന്നെ, രേണു ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നവരായാലും അങ്ങനെ തന്നെ. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ വന്ന വിഷയം അതൊന്നുമല്ല. എന്തായാലും രേണു ചേച്ചിക്കെതിരെ തുറന്നടിച്ചായിരുന്നു സായി കൃഷ്ണ. ഈ ഒരു സംഭവത്തിനോടനുബന്ധിച്ച് രേണു ചേച്ചിയെ റിയാക്ട് ചെയ്തുകൊണ്ട് കുറേ റിയാക്ഷൻ ചാനൽസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചായിരിക്കണം സീക്രട്ട് ഏജൻറ്റും യൂട്യൂബ് ചാനൽ വഴി രേണു ചേച്ചിയെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്ത്, രേണു ചേച്ചി ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. എന്തായാലും ആ സ്റ്റോറിക്കകത്ത് ചേച്ചി പറഞ്ഞിട്ടുള്ളത് ചേച്ചിക്ക് ഇനിയും കല്യാണം കഴിക്കണം, ചേച്ചി ആണെങ്കിൽ വരനെ തേടി നടക്കുകയെന്ന്. ഒരിക്കലും ഇതിനോടൊന്നും ഒരു മലയാളിക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ ചേച്ചി ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ സുധിച്ചേട്ടന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ സുധിച്ചേട്ടൻ്റെ മരണശേഷം വീട് നോക്കാനും അതുകൊണ്ട് തന്നെ മക്കളുടെ ആ ഒരു ലൈഫ് നോക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇങ്ങനത്തെ ഇനാഗ്രേഷൻസിനും അതേപോലെ തന്നെ ആൽബങ്ങൾ ഇതേപോലുള്ള ആൽബങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എല്ലാത്തിനെ തലകുത്തനെ തിരിച്ചുകൊണ്ടാണ് ചേച്ചിയുടെ ഈ ഒരു സ്റ്റോറി വന്നേക്കുന്നത്. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇടുമെന്ന്. ഇതിൽ ചേട്ടൻ പറയുന്ന കൂട്ട് തന്നെ എല്ലാം സുധിച്ചേട്ടന് വേണ്ടി എന്ന് പറയുന്ന രേണു ചേച്ചി ഇപ്പോൾ എന്തുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ ഈ ആൽബത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കണം ആ ഒരു മാറ്റം സംഭവിച്ചത്. എന്തായാലും ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു, ഷോടാ കഷ്ടം. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാളെ വേണമെന്ന് തോന്നി തുടങ്ങി. പാവം കേട്ടോ, പാവമായിട്ടുള്ള രേണു ചേച്ചി. അത് കഴിഞ്ഞ് 3 ഇമോജിയും കൂടി ഇട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചോണേ. ഒരു ലവ്, തീ ആളി കത്തി നിൽക്കുന്ന തീയാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഇമോജിയും കൊടുത്തിട്ടുണ്ട്, ചിരിക്കുന്നൊരു ഇമോജി. എന്തോ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി വിചാരിക്കുന്ന ചേച്ചി സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിലൊക്കെ കാണിച്ചു കൂട്ടുന്ന കണ്ടുകൊണ്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ട് രേണു ചേച്ചിക്ക് കമൻറ്റ് അയക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമെന്ന്. രേണു ചേച്ചി പേടിക്കേണ്ട, ചേച്ചിക്ക് പെട്ടെന്ന് കല്യാണമൊക്കെ കഴിക്കാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമെന്നാന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. താഴെ ഒരു ഇതും കൂടെ ഉണ്ട്, ഒരു കൂട്ട് വേണമെന്ന് മനസ്സാഗ്രഹിക്കുക കേട്ടോ. പാവം മനസ്സാഗ്രഹിക്കുന്നുണ്ടാണ് ചേച്ചി ഈ സ്റ്റോറി ഇട്ടിട്ടുള്ളത്. അല്ലാതെ ചേച്ചിക്ക് ആഗ്രഹമൊന്നുമില്ല, മനസ്സാഗ്രഹിക്കുന്നുണ്ട് മാത്രമാണ് ചേച്ചി ഈ സ്റ്റോറി ഇട്ടിട്ടുള്ളത്. എന്തായാലും കുറേ പയ്യന്മാർ ചേച്ചിയുടെ ഈ സ്റ്റോറി വരാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്നവർ കാണും. കാരണം ചേച്ചി AJP യൂണിവേഴ്സിലെ ഒരേ ഒരു ഫീമെയിൽ വേർഷൻ അല്ലേ, അതുകൊണ്ട് തന്നെ ബോയ്സൊക്കെ ക്യൂ ആയിരിക്കും എന്തായാലും. അതുകൊണ്ടായിരിക്കണം ചേച്ചി ഈ സ്റ്റോറി ഇട്ടിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സ്റ്റോറി ചേച്ചി അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറേ റിയാക്ഷൻ ചാനൽസ്, നമ്മളടക്കമുള്ള കുറേ റിയാക്ഷൻ ചാനൽസ് എടുത്ത് വെച്ച് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവരുടെ 2 സ്റ്റേറ്റ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു, അതായത് ഒരു സൈഡിൽ നന്മമരവും ഒരു സൈഡിൽ ഇതേപോലുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ച് നിൽക്കുന്ന സ്വഭാവം ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ വ്യൂവേഴ്സ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവരെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പോയി ഇത് കടന്ന് തെറി വിളിക്കുന്നതും. നെഗറ്റീവ് കമൻറ്റ് രേണു ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് നെഗറ്റീവ് കമൻറ്റ്, നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് പോസിറ്റീവ് കമൻറ്റും, ഇങ്ങനെ കമൻറ്റ് അയക്കുന്നതും. അപ്പം ഈ ഒരു വീഡിയോ സീക്രട്ട് ഏജൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ചാനൽ വഴി. അപ്പം അത് രേണു ചേച്ചി കണ്ടിട്ടില്ലായിരുന്നു. എങ്കിൽ പോലും ഒരു ന്യൂസ് ചാനൽ, അതായത് ഈ ഓൺലൈൻ മീഡിയ ആയിട്ടുള്ള ഒരു മീഡിയ
അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റിനെ പറ്റിയിട്ടുള്ള. എന്തായാലും ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. സുധി എന്ന സെന്റിമെന്റ്സ് രേണുവിൽ നിന്ന് പോയി. അതിൻ്റെ തൊട്ട് താഴെ ഡബിൾ മീനിങ് സംസാരം. 1, രേണു കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. 2, തുറന്നടിച്ച് സായി കൃഷ്ണ. 3, ഈ ഒരു 4 കാര്യങ്ങളാണ് ആ മീഡിയ ഈ പോസ്റ്റ് വഴി പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ആ വീഡിയോസ് രേണു ചേച്ചി ഇതുവരെ ഫുള്ള് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഈ പോസ്റ്റ് വായിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതും ഒരു സ്റ്റോറി വഴിയാണ് രംഗത്ത് വന്നേക്കുന്നത്. സായി കൃഷ്ണ റിയാക്ഷൻ ചാനലിൽ നല്ല റീച്ചുള്ള സായി കൃഷ്ണയെ റിയാക്ട് ചെയ്തുകൊണ്ട് രേണു ചേച്ചി വരാനുള്ള ആ ഒരു മനസ്സും ആ ഒരു ധൈര്യം നമുക്ക് ആദ്യമേ അതിനെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. എന്തായാലും രേണു ചേച്ചി എന്താണ് സായി കൃഷ്ണയെ പറ്റി പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആദ്യമേ അതൊന്ന് കേൾക്കാം. നോക്കിക്കോ. സുധി എന്ന സെന്റിമെന്റ്സ് രേണുവിൽ നിന്ന് പോയി. ഓക്കെ, കാണാവോ? ഡബിൾ മീനിങ് സംസാരം രേണു കല്യാണം കഴിക്കുന്നത് നല്ല തുറന്നെടുത്ത് സായി കൃഷ്ണ. നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണെന്ന് തോന്നുന്നല്ലേ? സായി കൃഷ്ണ അതല്ലേ? അത് സാരമില്ല. അല്ലേ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ്. ആഹാ, സുധി എന്ന് പോയോ? ആരാ പറഞ്ഞ പോയെന്ന്? സായി കൃഷ്ണ. സുധി പോകുന്നില്ല. കൊല്ലസുധിയുടെ ഭാര്യയാണ് ഞാൻ. അപ്പം സുധി എന്തായാലും ഇപ്പൊ പോകുന്നില്ല. ഓക്കെ, രേണുസുധി 100 വട്ടം രേണുസുധി. ഓക്കെ, രേണുസുധി 100 വട്ടമല്ല 1000 വട്ടമാണെങ്കിലും ഞങ്ങൾ പറയാം രേണുസുധി എന്ന്. പക്ഷേ ചേച്ചി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞങ്ങളാണ് സോഷ്യൽ മീഡിയ പറഞ്ഞേ ചേച്ചി കല്യാണം കഴിക്കണമെന്ന് ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കണമെന്ന് ഞങ്ങളാണെന്നോ പറഞ്ഞേ. ഇത് സ്വന്തമായിട്ട് വന്നിട്ട് സ്റ്റോറി കൂടെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് മാറി നിന്ന് ഇതെല്ലാം കണ്ട് രസിച്ചിട്ട് അവസാനം വന്നിട്ട് പറയുക. അതായത് ഇത് എടുത്ത് ആരെങ്കിലും റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്കെതിരെയായിട്ട് റിയാക്ഷൻ വീഡിയോ ആയിട്ട് രേണു ചേച്ചി ഇങ്ങ് വരിക. ആരും ഞങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കിയതോ അല്ലെങ്കിൽ ഞങ്ങൾ രാത്രി കിടന്ന് സ്വപ്നം കണ്ടതോ ഒന്നും വന്നിട്ടല്ല ഞങ്ങൾ റിയാക്ഷൻ ചാനലായിട്ട് ചെയ്യുന്നത്. തക്കതായിട്ടുള്ള കാരണം ഉണ്ടെങ്കിലും അതേകൂട്ട് എന്തെങ്കിലും പറയാൻ വേണ്ടി ഉണ്ടെങ്കിലും മാത്രമേ ഞങ്ങൾ അതെടുത്ത് വെച്ച് റിയാക്ഷനായിട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ ഞങ്ങൾ സ്വന്തമായിട്ട് ഒന്നും പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. രേണു ചേച്ചി തന്നെയാണ് സ്റ്റോറിയിൽ വന്നിട്ട് ഇങ്ങനത്തെയൊക്കെ കോപ്രായങ്ങൾ വന്ന് എഴുതിയിട്ടിട്ടുള്ളത്. അതിനെ മാത്രമേ ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അതാദ്യം ചേച്ചി മനസ്സിലാക്കുക. അത് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് ആയാലും ഇതേകൂട്ടുള്ള റിയാക്ഷൻ ചാനൽസ് ആരായാലും ചേച്ചി ഇട്ടിട്ടുള്ളതിനെ മാത്രമേ ഇതുവരെ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. നല്ലതെന്ന് പറയാൻ വേണ്ടി രേണു ചേച്ചി സൊസൈറ്റിക്ക് വേണ്ടി ഒരു നല്ല മെസ്സേജസ് ഒന്നും കൊടുത്തിട്ടില്ല. അതേവിട്ട് നല്ല സംഭവങ്ങളൊന്നും അല്ല ചേച്ചി ഈ സോഷ്യൽ മീഡിയയിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതൊന്നും. ഇതേവിട്ടുള്ള കോപ്പറായവും പിന്നെ ഇതേവിട്ടുള്ള ആൽബത്തിന്റെ പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും ഇതേവിട്ടുള്ളതൊക്കെയാണ് ചേച്ചി സോഷ്യൽ മീഡിയയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം ചേച്ചി ഒന്ന് പറഞ്ഞു തരണം. ഞങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം? നല്ലത് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾ നല്ലതെന്ന് പറയും. അത് ചേച്ചി അത് മനസ്സിലാക്കണം. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ റിയാക്ട് ചെയ്താൽ കുറ്റം. ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാം. അതിനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം. ഈ റിയാക്ഷൻ ചാനൽ വെച്ചേക്കുന്നതെന്ന് പറയുമ്പോൾ ഈ വ്യൂവേഴ്സ് കുറേ ആൾക്കാർക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് പറയാനുള്ളത് അവർ നമുക്ക് അയച്ചു തരും. ആ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യും. അതായത് അവർക്ക് പറയാനുള്ളത് നമ്മൾ ഈ കൂടെ കേൾക്കണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ കോപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരുന്നത്, ഞങ്ങൾ റിയാക്ഷൻ ചെയ്യുന്നതും. അത് ചേച്ചി അത് മനസ്സിലാക്കി. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ ഇതേവിട്ട് കാട്ടിക്കൂട്ടുകയും ചെയ്യും. എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും വന്നത് റിയാക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറ്റവും അയാളുടെ മേളിൽ കയറുക. എന്തായാലും ഇത് മാത്രമല്ല ചേച്ചിയുടെ യൂണിവേഴ്സിറ്റി അതായത് AJP യൂണിവേഴ്സിറ്റിയുള്ള വേറൊരാളും കൂടെ ഉണ്ട്. ആറാട്ടെണ്ണ ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് അതിനെ റിയാക്ട് ചെയ്ത് രേണുസുധി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കേട്ട് നോക്കാം. അതെ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും ആരെ കെട്ടിയാലും ആറാട്ടെണ്ണ നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തില്ല. ഞാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല കല്യാണം കഴിക്കണം. ഓക്കെ, പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ആറാട്ടെണ്ണൻ അങ്ങ് ചേച്ചിയുടെ പുറം നടക്കുക എന്നുള്ള രീതിക്ക് എന്തുവരെ ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് റിയാക്ഷൻ ചാനൽ തുടങ്ങാനാണെന്നോ? ഇനിയിപ്പോൾ ഈ ആൽബം ഷൂട്ടിങ്ങും അതേകൂട്ട് തന്നെ ഷോർട്ട് ഫിലിമിനും ഒക്കെ ചേച്ചിയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാലും ചേച്ചിക്ക് റിയാക്ഷൻ ചാനൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണോ ഉദ്ദേശം? അങ്ങനെ അങ്ങനെ ചേച്ചി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആശയം കളഞ്ഞേരി കേട്ടോ. കാരണം പറ്റുന്ന പരിപാടിക്കും എല്ലാം പോകാൻ നോക്കി. ഈ നെഗറ്റിവിറ്റി തന്നെ രേണു ചേച്ചിക്ക് പറ്റത്തുള്ളൂ. കാരണം ചേച്ചിക്ക് വേണ്ട റീച്ച് എങ്ങനത്തെയാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. നെഗറ്റിവിറ്റി എൻ്റെ ഇപ്പോഴത്തെ ബലമായിട്ടുള്ള സംശയം എന്ന് പറയുമ്പോൾ ചേച്ചി ആ സ്റ്റോറി ഇട്ടത് പോലും ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കാരണം എന്ന് പറയുമ്പം ഇല്ലെങ്കിൽ ചേച്ചി അങ്ങനത്തെ ഒരു സ്റ്റോറി അവിടെ ഇടേണ്ട ആവശ്യമില്ല. ചേച്ചി ആണെങ്കിൽ കുറേ റിയാക്ഷൻ ചാനൽസ് ഇടയ്ക്ക് വെച്ച് റിയാക്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ നിർത്തിയായിരുന്നു. ഈ പിന്നെ റിയാക്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം ചേച്ചി ഇപ്പോൾ ആ ഒരു സ്റ്റോറിയും കൂടി ഇട്ടേക്കുന്നത്. പിന്നെ അത് റിയാക്ട് ചെയ്ത് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് കുറ്റമാക്കിയും ചേച്ചി അവിടെ ചിത്രീകരിച്ച്. ഇത് തന്നെ വേണ്ടത്, നെഗറ്റിവിറ്റി. ചേച്ചി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിക്കുമ്പം അത് ഏതെങ്കിലും റിയാക്ഷൻ ചാനൽസ് എടുത്ത് റിയാക്ട് ചെയ്താലേ ചേച്ചിക്ക് ആ ഒരു വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തുള്ളൂ. അത് രേണു ചേച്ചിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കോപ്രായങ്ങൾ പിന്നെയും കാണിക്കുന്നത്. എൻ്റെ പൊന്ന് രേണു ചേച്ചി കഴിഞ്ഞ് ആ നെഗറ്റിവിറ്റി കൂടെ റീച്ച് ഉണ്ടാക്കുന്ന കാലമൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ നെഗറ്റിവിറ്റി തന്നെ വിറ്റ് റീച്ചാക്കി കഞ്ഞി കുടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. എൻ്റെ പൊന്നു ചേച്ചി ഇനിയെങ്കിലും കുറച്ച് ബോധം ഉപയോഗിച്ച് സംസാരിക്കും. ഇത്രയും വയസ്സുണ്ടല്ലോ. പിന്നെ വന്ന് എന്തെങ്കിലുമൊക്കെ രാവിലെ വന്നൊരു ക്യാമറ ഓണാക്കി ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഇങ്ങനത്തെ വിവരക്കേട് മാത്രം വിളമ്പാൻ വേണ്ടി ഇനി ചേച്ചി ദയവ് ചെയ്ത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. ഞങ്ങളുടെ ഫീഡിലോട്ടാണ് ഇത് കയറി വരുന്നത്. അങ്ങനെ ഞങ്ങളെ ദ്രോഹിക്കുക. ചേച്ചി അല്ലെങ്കിൽ പല പ്രാവശ്യം ഇങ്ങനത്തെ ഓൺലൈൻ മീഡിയസിൻ്റെ ഫ്രണ്ടിൽ അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല, പിന്നെ അവരെന്നെ എന്തിനാണ് വിമർശിക്കുന്നതെന്ന്.
ചേച്ചിയുടെ ഈ റീൽസൊക്കെ ഞങ്ങളുടെ ഫീഡിൽ കയറി വരുന്നതുകൊണ്ട് ചേച്ചി ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ചേച്ചി ഇനി മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ഞങ്ങളെ ദ്രോഹിക്കാൻ ഒരു ആഗ്രഹവും ഇല്ലെങ്കിൽ ചേച്ചി പ്ലീസ് ആ വീഡിയോ ഒക്കെ ഒന്ന് പ്രൈവറ്റ് ആക്കിയിട്ട് ചേച്ചി മാത്രം കണ്ടാൽ മതി. ഞങ്ങളെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നത് എന്തിനാ? എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു. കാരണം സ്വന്തം ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അതിനെ പിന്നെ വെള്ളം പൂശി കാണിക്കാൻ വേണ്ടി ഈ കാണിക്കുന്ന ചേച്ചിയുടെ ഈ ഒരു മനസ്സ് എന്തായാലും നിങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഇനിയെങ്കിലും രേണു ചേച്ചി പ്ലീസ് ഒന്ന് ഒതുങ്ങുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഇതോട്ട് വിമർശനങ്ങൾക്ക് ആയിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം രേണു സുധി ചേച്ചിയെ പറ്റിയുള്ളത് കംപ്ലീറ്റും താഴെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് അയച്ചേക്കണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്തേക്കാം, ഷെയറും ചെയ്തേക്കാം, സബ്സ്ക്രൈബും ചെയ്തേക്കാം, ഹൈപ്പും ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത ദിവസം നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.